الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان ومن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമളാൻ ഒരു മഹത്തായ പ്രതീക്ഷയാണ്. റമളാൻ വരുന്നതിന് മുമ്പ് റമളാൻ വരുന്നു എന്നൊക്കെ നമ്മൾ പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതെത്തി, ആദ്യത്തെ ആഴ്ച അവസാനിക്കാൻ പോവാം. പെട്ടെന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്ര എളുപ്പമാണ് യഥാർത്ഥത്തിൽ അത് നമ്മളെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സമയത്തിൻ്റെ പോക്ക് ലേശം ആഴത്തിൽ ചിന്തിച്ചാൽ നമ്മളെപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന, ഇന്ന് നാളെ എന്നുള്ള നിലക്ക് റമളാൻ അവസാനിച്ചോളൂ. നമ്മുടെ ആയുസ്സും അങ്ങനെ തന്നെയാണ്. ഒരാളിന് ദീർഘകാലം ഇവിടെ ജീവിക്കാൻ പറ്റില്ല, നമുക്കറിയാം. നിശ്ചയിക്കപ്പെട്ട സമയം മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അജലം വസമ്മ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. കൃത്യമായി പറഞ്ഞൊരു സംഗതിയാണ്. അജലെത്തിക്കഴിഞ്ഞാൽ, നിശ്ചയിക്കപ്പെട്ട സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരെയും ബന്ധിക്കുകയില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് യാഥാർത്ഥ്യത്തെ നാം അനുഭവിക്കുന്നത് വരെ, നേരിടുന്നത് വരെ അതിൻ്റെ ഒരു ഗൗരവം പലപ്പോഴും നമുക്ക് മനസ്സാകാറില്ല എന്നുള്ള. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും, എല്ലാ ഔന്നിത്യങ്ങളും
എല്ലാ പ്രതാപങ്ങളും എല്ലാത്തരം സുഖഭോഗങ്ങളും അതോടെ ഇവിടെ അവസാനിക്കും. ഒന്നുമില്ലാതെ വെറുകയോടുകൂടി നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടി വരും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു വ്യവസ്ഥയാണ്. മാറ്റിമറിക്കാൻ ആർക്കും സാധ്യമല്ല. ഭൂമിയിൽ ജനിച്ചവരെല്ലാം ഇതിന് വിധേയമായിട്ടുണ്ട് താൻ. ആ സന്ദർഭത്തിൽ സന്തോഷത്തിൻ്റെ, സംതൃപ്തിയുടെ, ആനന്ദത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ അവസ്ഥ കൈവരിക്കാൻ സാധിക്കുന്നവരാണ് ജീവിത വിജയം വരിക്കുന്നവർ. അങ്ങനെയാണല്ലോ. ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ബേജാറും വേദനയും അസ്വസ്ഥതയും ഒന്നും മനുഷ്യന് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. സൃഷ്ടിഘടന അങ്ങനെയാണ്. സഹിക്കാൻ പറ്റില്ല നമുക്ക്. ആശ്വാസം, സമാധാനം, സംതൃപ്തി, സന്തോഷം, ആനന്ദം, അനുഭൂതി, ഇതൊക്കെയാണ് നമുക്ക് സഹിക്കാവുന്ന, അനുഭവിക്കാവുന്ന ഏറ്റവും ഉത്തമമായ ഒരു രീതി. അങ്ങനെയാണ് നമ്മളെ ഘടന. ഇതൊന്നും നമ്മളുണ്ടാക്കിയതല്ല, പടച്ചോൻ ഡിസൈൻ ചെയ്ത് വെച്ചതുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് വിജയത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ വഴി പ്രാപിച്ചവരാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അന്തിമമായി വിജയം വരിക്കുക എന്നുള്ളത്. നമുക്കൊക്കെ അറിയുന്നതാണ് വിജയത്തിൻ്റെ വഴി. ഇതൊക്കെ ഉണ്ടാക്കി വെച്ച, എല്ലാം അറിയുന്ന സർവജ്ഞനായ, സർവശക്തനായ, രാജതമ്പുരാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നതാണ്. ആ വഴി അനുധാവനം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് വിജയം പ്രാപിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ആ വിജയത്തിൻ്റെ വഴിയിലേക്ക് നടന്നു പോകുന്ന മനുഷ്യർക്ക് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി മുതൽ തന്നിട്ടുണ്ട്. ദിവ്യമാർഗദർശനങ്ങൾ, വഹീ, വേദഗ്രന്ഥത്തിൻ്റെ അവതരണം എന്നൊക്കെ പല കോലത്തിലും പറഞ്ഞു. ഏത് വാക്കുകളിൽ, ഏത് ഭാഷയിൽ പറഞ്ഞാലും രക്ഷിതാവിൻ്റെ മാർഗദർശനം, ജീവിതത്തിൽ സമാധാനത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ വഴി, ആ ആശ്വാസത്തിൻ്റെ വഴി കാണിച്ചു തന്ന ഈ മാസം നേരത്തെയൊക്കെ സൂചിപ്പിച്ചതാണ്. വളരെ അനുഗ്രഹീതമായ ഒരു മാസമാണ്, സംശയമില്ല. ആ വഴി ആശ്വാസത്തിൻ്റെതാണ്, അനുഗ്രഹീതമായതാണ്. അനുഗ്രഹപൂർണനായ രാജതമ്പുരാൻ അനുഗ്രഹത്തിൻ്റെ ഒരു പ്രവാചകനിലൂടെ മഹാനുഗ്രഹത്തിൻ്റെ സന്ദേശം അനുഗ്രഹീതമായ മാസത്തിൽ അവതരിപ്പിക്കുന്നു. എല്ലായിടത്തും ആ വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരുണ്യം, കരുണ, കതബ അലാ നഫ്സിഹി റഹ്മ. അല്ലാഹു മഹാകരുണയാണ്. ദൈവം സമം കരുണ. മനുഷ്യനെ പേടിപ്പിക്കുന്ന, ഒരുപാട് കണ്ണുകളും കൈകളുമൊക്കെ ഉള്ള രൗദ്രഭാവം കൊണ്ട ഒരു പ്രകോപിതനായ ദൈവമല്ല ഇസ്ലാമിൻ്റെ ദൈവസങ്കല്പം. സ്നേഹത്തിൻ്റെ, കരുണയുടെ, ഔദാര്യത്തിൻ്റെ പ്രതീകമാണ്. കതബ അലാ നഫ്സിഹി റഹ്മ. ദൈവം സമം കരുണ, അല്ലാഹ് സമം കരുണ. കതബ അലാ നഫ്സിഹി റഹ്മ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതിയാണ്. സത്തയിൽ കരുണ എഴുതപ്പെട്ടവൻ, അതാണ് പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ഇസ്ലാമിൻ്റെ ദൈവസങ്കല്പത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ഒരു സമ്മതം. അർ-റഹ്മാൻ റഹീം, അത് നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട് എല്ലാത്തിലും. അതിന് തന്നെ ഒരുപാട് ആഴങ്ങളുണ്ട്. ഈ റഹ്മാൻ എന്ന പദം റഹ്മുമായിട്ട്, ഗർഭപാത്രവുമായി ബന്ധപ്പെട്ടു വന്ന് എല്ലാ സംരക്ഷണവും കുട്ടികൾക്ക് നൽകുന്ന ഗർഭപാത്രം, അങ്ങോട്ട് ഒരു സേവനവും ആവശ്യപ്പെടാതെ ഇങ്ങോട്ട് ഔദാര്യം കാണിക്കുന്ന ഭൂമിയിലെ ഗർഭപാത്രം, അത് ചുമക്കുന്ന മാതാവ്, ആ മാതാവിൻ്റെ പ്രാധാന്യം. അങ്ങനെ പിന്നിലേക്ക് പോയാൽ ഹൗവയ്ക്കും ആദമിനുമൊക്കെ ഗർഭപാത്രം വേണ്ടി വരും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം കരങ്ങൾ കൊണ്ട്, യദയ്യ ബിയദയ്യ, നാം നമ്മുടെ കരങ്ങൾ കൊണ്ടാണ് ആദമിനെ സൃഷ്ടിച്ചത്. അപ്പോൾ മനുഷ്യൻ്റെ ആദ്യ ഗർഭപാത്രം ദൈവിക ഹസ്തങ്ങളാണ്. ആ ഹസ്തങ്ങളുടെ ഉടയവനാണ് റഹ്മാൻ, റഹ്മിൻ്റെ ഉടയവൻ റഹ്മാൻ. വളരെ ആഴത്തിലുള്ള വിഷയം. ആ കരുണയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനോടുള്ള
ഈ ദിവ്യ സന്ദേശത്തിലൂടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. റഹ്മത്തുൽ ആലമീൻ, അത് ഈ ലോകത്ത് പ്രായോഗിക ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാനുള്ള പ്രവാചകന് ലോകാനുഗ്രഹി എന്ന പേര് വെച്ചത്. ആ സന്ദേശം കരുണയുടെ സന്ദേശമായി അല്ലാഹു തആല തീരുമാനിച്ചു. കരുണാമയിൽ നിന്ന് കാരുണ്യത്തിൻ്റെ സന്ദേശം കരുണയുടെ പ്രവാചകനിലൂടെ കരുണയോടെ മനുഷ്യർക്ക് കടിച്ചു കീറാനോ തമ്മിൽ തല്ലി തലകീറി ചോര ചിന്താനോ അല്ല, സത്യവിശ്വാസത്തിൻ്റെ രീതിയിൽ ശാന്തവും സമാധാനപരമായ ജീവിതം നയിക്കാൻ. അങ്ങനെ ആ മാർഗദർശനം ഏറ്റുവാങ്ങി അത് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് എത്തിച്ച് അതിന് സാക്ഷിയാവാനാണ് യഥാർത്ഥത്തിൽ നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. ഗൗരവമുള്ളതാ വിഷയം. നമ്മുടെ നിയോഗ ലക്ഷ്യവും നമ്മുടെ സമകാലിക പ്രായോഗിക ജീവിതവും ഏത് തലത്തിലൊക്കെയാണ് നിൽക്കുന്നത് എന്ന് നോക്കിയാൽ നമ്മളും ഈ ദീനും തമ്മിൽ ഒരുപാട് അകലങ്ങളിലാണ് എന്നാണ് മനസ്സിലാവുന്നത്. ദീനിൻ്റെ അലാമത്തുകൾ നൽകുന്ന പള്ളിയുണ്ട്, വാങ്കുളിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്. ഈ ഇബാദത്തുകളിലൂടെ കിട്ടേണ്ട സംസ്കരണം, ആ സംസ്കരണത്തിലൂടെ ലഭിക്കേണ്ട സാമൂഹ്യാന്തരീക്ഷത്തിലുള്ള സമാധാനം, അത് യഥാർത്ഥത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ള, സമൂഹത്തിൽ ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതുണ്ടായിട്ടുണ്ട്. മനുഷ്യ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഉദാഹരണമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ആ കാലഘട്ടത്തിൽ അത് കാണിച്ചു കൊടുത്തതാണ്. പിന്നും ചരിത്രത്തിൻ്റെ ദശാസന്ധികളിൽ പലപ്പോഴും പലയിടത്തും സത്യവിശ്വാസത്തിൻ്റെ മഹോന്നതമായ ജീവിതം ഭൂമിയിൽ കാണുകയുണ്ടായിട്ടുണ്ട്. സത്യവിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരുണയുടെ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഒരു കുടുംബജീവിതം ചിട്ടപ്പെടുത്തിയാൽ അവിടെ സമാധാനം കളയാടും. ഈ കരുണയുടെ ലാഞ്ചന അവരുടെ ജീവിതത്തിലുണ്ടാകും, ഒരു സംശയമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് വളർന്നു പോകാൻ മനുഷ്യന് കുറച്ച് ബുദ്ധിമുട്ടിയാലും ചില ഏർപ്പാടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. നമസ്കാരം അത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള വിഭവങ്ങളിൽ നമ്മുടെ ആവശ്യം കഴിച്ച് മറ്റുള്ളത് ആവശ്യക്കാരന് ചെലവഴിക്കുക. സക്കാത്ത് എന്നോ സദഖ എന്നോ എന്നൊക്കെ പറയാം. അതിനോടൊപ്പം പ്രാധാന്യമുള്ള ഒരു സംഗതിയായി എടുത്തു പറഞ്ഞത് സൗം എന്നൊക്കെ പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിന്ന് മറ്റു ചില കാര്യങ്ങളെ സൂക്ഷിക്കുക. സൗം മുറുകെ പിടിക്കുക, വർജിക്കുക, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഭാഷയിൽ അങ്ങനെയൊക്കെയാണ് അർത്ഥം. സൂക്ഷ്മത ലഭിക്കാൻ വേണ്ടി ചില സംഗതികളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇത് മനുഷ്യ മുതലേ തീരുമാനിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം തീരുമാനിച്ചൊരു സംഗതിയല്ല. അത് സൂചിപ്പിക്കുകയും ചെയ്തു. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലകും തത്തഖൂൻ. ഒരു വിഷയം അങ്ങനെ എളുപ്പത്തിൽ അങ്ങ് ചെയ്തു കളയാൻ പറ്റുന്നതല്ല. മുമ്പ് വളരെ ആശ്വാസകരമായി ആയാസകരമായി ചെയ്യാമെന്നൊക്കെ പ്രസംഗിക്കണതിൽ അർത്ഥമൊന്നുമില്ല. ലേശം ബുദ്ധിമുട്ടിയ സംഗതിയാണ്. മനുഷ്യന് വെള്ളവും ഭക്ഷണവും ഒക്കെ അനിവാര്യമാണ്. അതുപോലെ ശാരീരിക ബന്ധവും. വെള്ളം കുടിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു നിശ്ചയദാർഢ്യമാണ്. പ്രത്യേകിച്ച് പ്രഭാതം മുതൽ പ്രദോഷം വരെ വെള്ളം കുടിക്കാതിരിക്കുക, അതൊരു പ്രാക്ടീസ് കൊണ്ടേ സാധിക്കുള്ളൂ. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വയറ് കാഴ്ച ഉണ്ടാവും, ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടും, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നോമ്പങ്ങനെ എളുപ്പമായിട്ട് പിടിച്ചളയാൻ പറ്റുന്നില്ല. അതിന് കുറച്ച് പ്രാക്ടീസ് വേണം. ചെറുപ്പത്തിൽ അതിനുള്ള സംവിധാനം പ്രാക്ടീസ് വേണം. അത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകും. ഒരു സംഗതി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് പുതിയതൊന്നുമല്ല കേട്ടോ, മുമ്പും ഇതുണ്ടായിരുന്നു എന്ന് പറയുമ്പം കുറച്ച് ബുദ്ധിമുട്ടിയ സംഗതിയാണ് കേട്ടോ പറയാൻ പോണത് എന്നതിൻ്റെ നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയിലാണ്. പണ്ഡിതന്മാരൊക്കെ ഏകോപിച്ച് പറഞ്ഞിട്ടുണ്ട്. നോമ്പ് എന്ന് പറഞ്ഞിട്ട് വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് അങ്ങ് പിടിച്ചളയാം എന്നൊന്നും അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞില്ല. അതുപോലെ തന്നെ സക്കാത്തിൻ്റെ കാര്യത്തിലും പറഞ്ഞില്ല. സത്യത്തിൽ നമുക്ക് വലിയ നോമ്പിനേക്കാൾ വിഷമം മറ്റതാണ്. പട്ടിണി കിടക്കണോണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ കിട്ടിയ പൈസ നമ്മളെ പടച്ചോനായതുകൊണ്ട് വിടൂല എന്നുള്ള. പണം നമ്മളെ പടച്ചോനാണ്, നിറഞ്ഞ പണമാണ് നമ്മളെ നിലനിർത്തുന്നത് എന്നാണ് നമ്മളെ വിശ്വാസം. അതുകൊണ്ട് നമ്മൾ വിടാൻ ബുദ്ധിമുട്ടാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഈ പള്ളിയിരിക്കുന്ന ആളുകൾ മാത്രമല്ല, മൊത്തം മനുഷ്യന്മാരുടെ സ്ഥിതി അതാണ്.
ഇപ്പം നോമ്പ് ലേശം ഒരു ബുദ്ധിമുട്ടി തന്നെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്നുള്ള ആ ബുദ്ധിമുട്ടിയെ അനുഷ്ഠിക്കുന്ന റമളാൻ നോമ്പിന്, റമളാൻ എന്ന് പറഞ്ഞാൽ അത്യുഷ്ണമാണ്, അകത്തും പുറത്തൊക്കെ ചൂടുള്ള സമയമാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ട്, ചെറിയ ഒരു ബുദ്ധിമുട്ട് വലിയ ലക്ഷ്യം നേടാൻ നിങ്ങൾ സദാ സന്നദ്ധരാവണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടി. മനുഷ്യന് ഒരുപാട് തരത്തിലുള്ള ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ ഉണ്ടാവും. ഓരോ തരത്തിലുള്ള ഫുഡ് കഴിച്ചാൽ തന്നെ അവൻ്റെ ആഗ്രഹ അഭിലാഷങ്ങൾ വ്യത്യാസം ഉണ്ടാവും. അതൊന്നും പ്രവാചകൻ പറഞ്ഞു കൊടുത്തപ്പോൾ ലോക ജനതയ്ക്ക് അത് മനസ്സിലായിരുന്നില്ല. ഇപ്പോൾ ശാസ്ത്രീയമായി നെയ്യ് കൂടുതലുള്ള ഭക്ഷണം കഴിച്ചാൽ, നമ്മൾ പറയില്ല നെയ്യുടെ ചോരത്തിളപ്പാണ്. ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിച്ചാൽ, ചില പ്രത്യേക പദാർത്ഥങ്ങൾ ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്നാൽ മനുഷ്യന് ചിലപ്പോൾ ചൂടാവും, ചിലപ്പോൾ ദുഃഖം വരും, ചിലപ്പോൾ ലൈംഗിക ആസക്തി കൂടും. ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഫുഡിലൂടി നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ, സ്വഭാവത്തിൻ്റെ വളർച്ചയിലൊക്കെ ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം, അവനെ നിയന്ത്രിച്ച് നിർത്താം. അപ്പോൾ നോമ്പ് കുറച്ച് മുതൽ വെളുക്കുന്നത് വരെ കരിച്ചും പൊരിച്ചുമൊക്കെ തിന്നു കഴിഞ്ഞാൽ നോമ്പില്ല. ഞാൻ പുതിയ ഫത്വ വരെയല്ല, യഥാർത്ഥത്തിൽ ഫുഡ് കൺട്രോൾ ചെയ്ത് ബോഡിയെ ശരിയാക്കി തലച്ചോറിന് കൂടുതൽ പ്രവർത്തനക്ഷമത നൽകി ബുദ്ധി ഉപയോഗിച്ച് ദിവ്യ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ വിജയത്തിൻ്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു ഏർപ്പാടാണ് ഈ വ്രതം. ശരീരത്തിനും മനസ്സിനും വ്രതമുണ്ട്, ഓരോ അവയവത്തിനും വ്രതമുണ്ട്. ചെവിക്ക് വ്രതമുണ്ട്, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാൻ പാടില്ല, അവിടെ പോയി നിന്ന് കൊടുക്കണ്ട. നോക്കാൻ പാടില്ലാത്തത് നോക്കാൻ പാടില്ല. കണ്ണിന് വ്രതമുണ്ട്, കൈക്ക് വ്രതമുണ്ട്, കാലിന് വ്രതമുണ്ട്. അതുപോലെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും വ്രതമുണ്ട്. ഇതൊക്കെ ഒരു നിയന്ത്രണത്തിന് വിധേയമാക്കി ബൗദ്ധികമായ, അതായത് ദിവ്യ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിലുള്ള ആ നിർദ്ദേശങ്ങളിൽ ബൗദ്ധികമായ ഒരു അഭ്യാസം നടത്തിയിട്ട് മനുഷ്യ മനസ്സിന് ബോധ്യമായി ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ പാത കണ്ടെത്തി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു നല്ല ഒന്നാം തരം ട്രെയിനിങ് ആണിത്. റമളാൻ ആയി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ അതൊന്നും അല്ല ചെയ്യണത് എന്നുള്ളതാണ്. ഒരുപാട് വിമർശനം വേണ്ട, 2-3 വാചകങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോമ്പായാൽ ആഗോള അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ഗൾഫ് രാജ്യങ്ങളിലാണ് കൂടുതൽ ഈ സമൂസ, അതുപോലെ കുറേ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അമിതമായ ഉൽപ്പാദനവും അമിതമായ ഉപഭോഗവും നടക്കുന്നതായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ചരിത്രം നമുക്കറിയാം. നിങ്ങൾ കോഴിക്കോട്ടുകാരൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നോമ്പിന് കൺസ്യൂം ചെയ്യുന്ന ഇറച്ചിനുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അതുപോലെയുള്ള സാധനങ്ങൾ, ആഹാര പദാർത്ഥങ്ങൾ നിയന്ത്രിച്ചിട്ട് ശരീരത്തിനെയും മനസ്സിനെയും ഒരു പ്രത്യേക ദിശയിലേക്ക് വളർത്തി ധ്യാനനിരതമായ ഒരു ജീവിതം. എഴുത്തുകാഫ്, പള്ളിയിൽ എഴുത്തുകാഫിരിക്കണം, അതുമായി ബന്ധപ്പെട്ട് നയിക്കാൻ പറയുമ്പോൾ നോമ്പല്ലേ വരണത്, എല്ലാം പൊരിച്ചും കരിച്ചും വെട്ടി വിഴുങ്ങിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരിക്കുകയും രാത്രി മുതൽ രാവിലെ വരെ തിന്നുകയും ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ സത്യവിശ്വാസികളുടെ നോമ്പ് എന്നുള്ളതാണ് അധികം ആളുകളിൽ നിന്നും പലപ്പോഴും പറയുമ്പോൾ മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ അല്ലാത്തവരുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നോമ്പിൻ്റെ ഒരു പവിത്രത, അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കണം. നോമ്പ് നമ്മുടെ ഇടപാടുകളിൽ പ്രതിഫലിക്കണം. പല തരത്തിലുള്ള ഏർപ്പാടുകൾ നടത്തുന്ന ആളുകളുണ്ട്. എവിടെ തൊട്ടാലും നാശം കൂടിയിരിക്കുന്ന ഒരു പ്രത്യേക സാമൂഹ്യ അന്തരീക്ഷമാണിത്. പലിശ ഇല്ലാത്ത ഏർപ്പാടില്ല. തൊട്ടാ പലിശ, നോക്കിയാ പലിശ, ഏജൻസികൾ, കമ്മീഷനുകൾ, തട്ടിപ്പുകൾ, അങ്ങനെ സാമ്പത്തിക രംഗം മുച്ചൂടും ഹലാലിൻ്റെ അപ്പുറത്ത് കാശുണ്ടാക്കുന്ന തരത്തിൽ തള്ളി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ഡോക്ടർ അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന രോഗികൾക്ക് ഒരു മാന്യമായ നിലയിലുള്ള ഒരു ചെറിയ നല്ല വലിയ മരുന്ന് കമ്പനിക്കാർ കെമിസ്ട്രിനൊക്കെ ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ട് മനുഷ്യനെ പരിശോധിക്കാൻ, മനുഷ്യനെ കുത്തിവെച്ച് പരീക്ഷിക്കാൻ വേണ്ടി മരുന്നുണ്ടാകുന്ന വലിയ വലിയ മരുന്ന്, വലിയ വില കൂടിയ മരുന്നുകൾ എഴുതി കൊടുക്കാം. ആ ഡോക്ടർക്ക് തന്നെ അറിയാം സാധാരണക്കാരന് ഒരു ചെറിയ മരുന്ന് എഴുതിയാൽ മതിയാവും. പക്ഷേ മെഡിക്കൽ ഷോപ്പിനോട് അടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ എപ്പോഴും ഇങ്ങനെ വളരെ കുറഞ്ഞ മരുന്ന് എഴുതിയാൽ മെഡിക്കൽ ഷോപ്പുകാരൻ ആ സൗകര്യം പിൻവലിച്ചാലും ദേഷ്യം പിടിക്കും. അപ്പോൾ അവിടെ ഒരു കൂട്ടുകച്ചവടമാണ്. ഡോക്ടർമാർക്ക് ദേഷ്യം പിടിക്കേണ്ട, വക്കീലന്മാരും അങ്ങനെ തന്നെ. അതുപോലെ പ്രൊഫഷണൽസായ ആളുകൾ വാർത്ത ഉണ്ടാക്കി വിറ്റ് പൈസ ആക്കണ കാല.
എന്തെങ്കിലുമൊക്കെ വാർത്ത പടച്ചുവിട്ടിട്ട് അത് വിറ്റ് പൈസാക്കുന്ന കാലമാണ്. എല്ലാത്തിനും കാശാണ്. നിങ്ങൾ കണ്ടില്ലേ, ഈ സാധനങ്ങൾ പിറക്കി കൊണ്ടുപോകുന്ന എല്ലാ സാധനങ്ങൾക്കും, എല്ലാ ചീഞ്ഞളിഞ്ഞതിനും ദുർഗന്ധം വമിക്കുന്നതിനും എല്ലാത്തിനും കാശാണ്. അങ്ങനെ ഒരു കാലഘട്ടമായി മാറി. പ്ലാസ്റ്റിക് വളരെ ഉപദ്രവമാണ്. പക്ഷെ ആ പ്ലാസ്റ്റിക് കംപ്ലീറ്റ് പിറക്കിയെടുത്താൽ അത് നമുക്ക് റോഡിൽ ഉപയോഗിക്കാൻ പറ്റും. അത് റീസൈക്കിൾ ചെയ്ത് വേറെ പലതിനും ഉപയോഗിക്കും. ചുരുക്കത്തിൽ എവിടെയും കച്ചവടക്കണ്ണുള്ള മനുഷ്യന്മാരാണ്. ഇവിടെ ധാർമ്മിക സദാചാര മൂല്യങ്ങൾ, നീതിബോധവുമൊക്കെ അസ്തമിച്ചു പോകും. ഇതിനെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് യഥാർത്ഥ വഴി, ജീവിതത്തിൻ്റെ വഴി എന്താണ് എന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു പ്രത്യേക സന്ദർഭമാണ് ഈ റമളാൻ. ദിവ്യ സന്ദേശം ആ മാസത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ റമളാൻ അല്ലാഹു തആല പ്രാധാന്യം കൊടുക്കുകയാണ്. മനുഷ്യന് ഏറ്റവും അനുഗ്രഹീതമായ ഒരു സംഗതിയാണ് ബുദ്ധി. മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള കഴിവുകളിൽ ഏറ്റവും ഉത്തമമായത് ബുദ്ധിയാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ ബുദ്ധിക്ക് പലപ്പോഴും കാര്യങ്ങളുടെ നിജസ്ഥിതി, നേർമാർഗം കണ്ടെത്താൻ സാധ്യമാവുകയില്ല എന്നുള്ള. സാധാരണ ഒരു പരമ്പരാഗത ഒരു റമളാൻ പ്രസംഗം നടത്താതെ കാര്യങ്ങളുടെ ആഴത്തിൽ പോകുന്ന ചില സൂചനകൾ തരാം എന്നുദ്ദേശിച്ചുകൊണ്ടാണ് ഇത് ഈ രീതിയിലേക്ക് ഖുത്ബ മാറ്റിയത്. അതുകൊണ്ട് ഗഹനമാണ് വിഷയം. ഗൗരവമായി ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അതിന് കരുണാമയൻ തൗഫീഖ് നൽകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ബുദ്ധി കൊണ്ട് നമുക്ക് പദാർത്ഥങ്ങളുടെ നിയമങ്ങളും സത്തയും പ്രവർത്തന രീതിയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ബുദ്ധി കൊണ്ട് ധർമാധർമ്മങ്ങളെ, നീതിന്യായങ്ങളെ മനസ്സിലാക്കാൻ സാധ്യമല്ല. നമ്മുടെ മുന്നിൽ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം നേരത്തെ പറഞ്ഞു ലാഭേച്ഛയാണ് മനുഷ്യന്റെ ജീവിതത്തെ ഭരിക്കുന്നത്. ഒരു വലിയ ഫാക്ടറി കോടാനകോടി ഡോളറുകൾ മുടക്കിയിട്ട് സംവിധാനിച്ചിരിക്കുന്ന ഒരു ഫാക്ടറി, ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യും. ഒരു മിനിറ്റിന് ഉൽപ്പാദനം തന്നെ 100 കോടിയും 200 കോടിയും വരും. ഒരുപാട് മെഷീനുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു ഓപ്പറേറ്റർ അതിൻ്റെ ഇടയിലൊക്കെ പെട്ടുപോയി. അപ്പോൾ മാനേജർ ആലോചിക്കുക, ഒരു മിനിറ്റ് ഇത് ഓഫാക്കിയാൽ ഉണ്ടാവുന്ന ലക്ഷം 15 കോടി. ഇവന് കൊടുക്കേണ്ട കോമ്പൻസേഷൻ ഒരു 1/4 കോടിയിൽ താഴെ. എന്നാ പോയിക്കോട്ടെ. ഇവൻ്റെ ബുദ്ധിയതാ. ബുദ്ധിക്ക് സ്നേഹമില്ല, ബുദ്ധിക്ക് മനുഷ്യത്വമില്ല, ബുദ്ധിക്ക് ധർമാധർമ്മങ്ങളില്ല. ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ലാഭേച്ഛ മാത്രമാണ്. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ഒരു മിനിറ്റ് ഓഫാക്കിയാൽ അന്ന് വരെ ആ മെഷീനെല്ലാം ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഓപ്പറേറ്റർ അതിനകത്ത് പെട്ടുപോയി. ഒരു മിനിറ്റ് ഓഫാക്കിയാൽ ചിലപ്പോൾ രക്ഷപ്പെടുത്താം. പക്ഷെ ഒരു മിനിറ്റ് ഓഫാക്കിയാൽ 15 കോടിയുടെ നഷ്ടം വരും. അത് ഓഫാക്കാതെ അങ്ങ് വിട്ട് അയാൾ മരിച്ചുപോയാൽ അയാൾക്ക് കൊടുക്കാനുള്ള മൊത്തം കോമ്പൻസേഷൻ 1 കോടിയിൽ താഴെയാണ്. അപ്പോൾ അവൻ്റെ ബുദ്ധി കണക്കാക്കുക, പോട്ടെ കോമ്പൻസേഷൻ കൊടുക്കില്ല. അങ്ങനെ എന്തൊക്കെ സംഗതികൾ. ഇത് ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണ്. ഇവിടെ വെറും ബുദ്ധി കൊണ്ട് മനുഷ്യത്വം ഒരിക്കലും വളർത്താൻ സാധ്യമാവുകയില്ല. അതിനാണ് ദിവ്യ ബോധനത്തിൻ്റെ അനിവാര്യത അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നത്. ദിവ്യബോധനത്തിലൂടെ ന്യായമേത്, അന്യായമേത്, സത്യമേത്, അസത്യമേത് എന്ന് പറഞ്ഞതിന് ശേഷം അതിനുള്ളിൽ ബുദ്ധി പ്രയോഗിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചിരുന്ന ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ മാർഗത്തിലേക്ക് പോകാൻ പറ്റും. കൃത്യമായത് ഖുർആൻ പറയും. ഈ മാസം ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ മാസത്തിലാണ്, റമളാൻ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ അവതരിപ്പിച്ചത്. ഹുദൻ ലിന്നാസ്, അത് ജനങ്ങൾക്കൊരു മാർഗദർശനമാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ, ഇത് മാർഗനിർദ്ദേശമാണ് എന്നുള്ളതിന്, ഇത് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ മാർഗമാണ് എന്നതിന് തെളിയിക്കുന്ന ഒരുപാട് തെളിവുകളുടെ പിൻബലത്തോടു കൂടിയാണ്. വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനവും. ക്ലിയറായിട്ട് എല്ലാ സംഗതിയും പറഞ്ഞു. ഏതാണ് സത്യം, ഏതാണ് മിഥ്യ, ഏതാണ് നന്മ, ഏതാണ് തിന്മ, എങ്ങോട്ട് പോയാൽ എവിടെ എത്തും, വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും, നിഷേധിച്ചാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ കൃത്യമായും വ്യക്തമായും യാതൊരു സംശയവുമില്ലാതെ ക്ലിയറായി, തിബിയാനൽ ലികുല്ലി ഷൈഇൻ, എല്ലാത്തിനും വളരെ ക്ലിയറായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഈ ഖുർആൻ. ഫമൻ ഷഹിദ മിൻകുമു ഷഹർ, ഈ മാസം ആഗതമാകുമ്പോൾ ആരെങ്കിലും സാക്ഷികളായെന്ന് വെച്ചാൽ ആരെങ്കിലും ജീവിച്ചിരുന്നാൽ അവന്
വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ഈ തന്നതിന് ശരിയായ നിലയിൽ ഉൾക്കൊള്ളാനുള്ള ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പ് നടത്തി. ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഖുർആൻ പഠിക്കാനാണ്. അവിടെയാണ് വിഷയം. ഖുർആൻ ഈ സന്മാർഗം എന്താണ് എന്ന് ആഴത്തിൽ പഠിച്ച് ജീവിതത്തിൽ പകർത്താനാണ് വ്രതം അനുഷ്ഠിക്കുന്നത്. അല്ലാതെ നമുക്ക് കുറച്ച് പട്ടിണി ഇരുന്നിട്ട് അള്ളാഹ്ക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല. അപ്പോൾ ഖുർആനുമായി ബന്ധമില്ലാതെ വ്രതം അനുഷ്ഠിച്ചിട്ട് യഥാർത്ഥത്തിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഈ മാസം ഇത് അവതരിപ്പിച്ചത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ സത്യസന്ദേശം അതെന്താണ് എന്ന് കൃത്യമായി ആഴത്തിൽ പഠിച്ചു നോക്കാനും അത് ജീവിതത്തിൽ പകർത്തി അതിൻ്റെ ആശ്വാസവും ആനന്ദവും അനുഭൂതിയും അനുഭവിക്കാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുമാണ്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ യാത്രയിലാണ് വേണ്ട, നിങ്ങൾക്ക് രോഗമാണ് വേണ്ട, മങ്കാനമിങ്കും മരിയവന്ന സഫരിൻ. പക്ഷെ വൈദ്യത്വം നയ്യാമിൻ ഉഖർ, മറ്റുള്ളവരൊക്കെ വ്രതാനുഷ്ഠിക്കുമ്പോൾ നിങ്ങൾ മാത്രം ഇങ്ങനെ യാത്രേൻ്റെ അതുപോലെ തന്നെ രോഗത്തിൻ്റെ ഒഴിവഴിഞ്ഞ് തടിയെടുക്കാതിരിക്കാനാണ്. അള്ളാഹുവിൻ്റെ നീതി നമുക്കും ആ ചാൻസ് എപ്പോഴെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ചാൻസ് ഈ രോഗിക്ക് കൊടുക്കാൻ അവൻ അതിന് പ്രത്യേകമായിട്ട് സമയം കണ്ടെത്തണം. അത്ര നിർബന്ധമാണത്. അവന് വെറുതെ അങ്ങ് പോകരുത്. സമൂഹത്തിൽ എല്ലാവർക്കും ആ അവസരം ഉണ്ടായി, അവനക്ക് സാധിച്ചില്ല, എന്നാൽ അവൻ അതിന് പ്രത്യേകമായി സ്വകാര്യമായ അവസരം കണ്ടെത്തണം എന്നാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ ഉസ്ര, അതുകൊണ്ടൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, ഇത് നിങ്ങൾക്ക് ആശ്വാസം ഉദ്ദേശിച്ചാണ്. ഈ ചെറിയ ചെറിയ പ്രയാസങ്ങൾ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ മഹത്തായ വിജയം നേടാനുള്ള വഴി കിട്ടുന്ന ആശ്വാസത്തിൻ്റെ മാർഗത്തിലൂടെ പോകാനാണ്. വലിയ തുക്കുമുൽ ഇദ്ദത്ത, നിങ്ങൾ ഈ വലാ യുരീദു ബിക്കുമുൽ ഉസ്ര എടുത്തു പറയുന്നുണ്ട്. നമുക്ക് പ്രയാസം ഉണ്ടാക്കാൻ നാം ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് നിങ്ങളിതിൻ്റെ എണ്ണം പൂർത്തിയാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചൊരു എണ്ണം ഉണ്ട്, ആ എണ്ണം പൂർത്തിയാക്കണം. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. എന്തൊരു വളരെ സ്നേഹത്തിൻ്റെ കരുണയുടെ ഈ സന്ദേശം എത്തിക്കുമ്പോൾ ആ നൽകിയ നാഥൻ്റെ അവദാനങ്ങൾ പാടിപ്പുകഴ്ത്തുക, ഉറക്കപ്പാടുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 30 ദിവസവും അല്ലെങ്കിൽ 29 ദിവസവും നോമ്പ് പിടിച്ചിട്ട് എല്ലാവരും ആഘോഷത്തിൻ്റെ ദിനത്തിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുപോലെ ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി. അപ്പോൾ നോമ്പിന് ഒരുപാട് സംഗതികൾ സൂക്ഷ്മതയോടുകൂടി നന്ദി എന്ന മനോഭാവത്തോടുകൂടി വികാരത്തോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗദർശനം ആത്മാർത്ഥമായി പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയുള്ള ഒരു ഉത്തമമായ ട്രെയിനിങ് ആണ് യഥാർത്ഥത്തിൽ ശരീരവും മനസ്സും കൊണ്ടെടുക്കുന്ന നോമ്പ്. നമ്മുടെ ശരീരം നോമ്പെടുത്താൽ മനസ്സ് നോമ്പെടുക്കുന്നില്ല, മനസ്സ് നോമ്പെടുത്താൽ ശരീരം നോമ്പെടുക്കുന്നില്ല. ഒരുപാട് തിന്നു മുടിക്കാനോ അല്ലെങ്കിൽ ആഘോഷിക്കാനോ അല്ല. ആഘോഷങ്ങളുടെ ആത്മീയത യഥാർത്ഥത്തിൽ അനുഭൂതിപൂർവകമായ സ്വർഗത്തിലേക്കുള്ള ആ യാത്രയാണ് എന്നിവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. അതാണ് ആശ്വാസത്തിൻ്റെ വഴി, അതാണ് സമാധാനത്തിൻ്റെ വഴി. ഇതൊരു ആനന്ദത്തിൻ്റെതാണ്, സന്തോഷത്തിൻ്റെതാണ്, അനുഗ്രഹത്തിൻ്റെതാണ്, സമാധാനത്തിൻ്റെതാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നോമ്പ് നമുക്കുണ്ടാക്കുന്ന ഊർജം, ചൈതന്യവും ശക്തിയും വളരെ വലുതായിരിക്കും. ക്ഷീണിച്ച് മൂലയിൽ കുത്തിയിരിക്കുന്ന ഒരു പണിയില്ല. കാരണം കിട്ടാൻ പോകുന്നത് വലിയൊരു സൗഭാഗ്യം. നമുക്കിപ്പോൾ നഷ്ടപ്പെടാനുള്ളത് അല്പനേരത്തെ ഭക്ഷണവും അതുപോലെ വെള്ളവും ചില സംഗതികളും. ഇങ്ങനെ നമ്മളെ തന്നെ സമർപ്പിച്ചാൽ രക്ഷിതാവ് ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് നമ്മളെ സ്വർഗത്തിലേക്ക് അനയിക്കും. അങ്ങനെ കാരുണ്യത്തിൻ്റെ മാസത്തിലെ കാരുണ്യത്തിൻ്റെ ആദ്യ ദിനങ്ങളിലാണ് അള്ളാഹുവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. കാരുണ്യവാനായ നാഥൻ കരുണയുള്ള വിഭാഗത്തിൽ നമ്മളെയും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നസീദനാ കമാ സനൈത നഫ്സഹു ലക്കൽ ഹംദു ഹത്താ തർളാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹൽ ഇഖ്വത്തുൽ അഹബ്ബ ഊസിക്കും വഇയ്യായ സാനി ബിതഖ്വ. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാലും
മനുഷ്യൻ ദുർബലനാണ്. നമ്മുടെ ദൗർബല്യം കൊണ്ട് പലപ്പോഴും ഉദ്ദിഷ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് സംഗതികൾ നേടാനുണ്ട് എന്ന് ആഗ്രഹമുണ്ട്. ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിൻ്റെ വാതിൽ മുട്ടണം മടിക്കണ്ട. ഒരാവശ്യവും ഒരു സത്യവിശ്വാസി അമർത്തി വെച്ച് വേദനിക്കേണ്ടതില്ല. അതൊക്കെ തുറന്നു പറയാൻ നോമ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്ത്, നോമ്പിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കയറി അല്ലാഹു തആല പറയാ, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷദൂൻ. അതായത് നോമ്പ്, അതിൻ്റെ പ്രാധാന്യം. ഇനി അടുത്ത ആയത്തും നോമ്പിനെ കുറിച്ച് പറയാം. നോമ്പിൻ്റെ രാത്രിയിൽ ശാരീരിക ബന്ധവും അതുപോലുള്ള സംഭവങ്ങളെ കുറിച്ചാണ് അടുത്ത് പറയാം. അതിനിടയിൽ അപ്പോൾ വ്രതവും പ്രാർത്ഥനയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം നമ്മളെ പഠിപ്പിക്കാനാണ്. വ്രതശുദ്ധിയോടെ പ്രാർത്ഥിക്കുന്ന നോമ്പുകാരൻ്റെ പ്രാർത്ഥന തട്ടിക്കളയില്ലെന്നാണ്. ഒരാൾ സത്യവിശ്വാസി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ബലം കിട്ടും. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയണ്ടേ, ഉമർ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്നുള്ളതിന് ഒരു സംശയമില്ല. പക്ഷെ ഉമറിൻ്റെ പേടി, ഉമറിന് പ്രാർത്ഥിക്കാൻ തൗഫീഖ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. പ്രാർത്ഥനയ്ക്ക് തൗഫീഖ് കിട്ടുന്നതും പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുന്നതും ഒരു അനുഗ്രഹമാണ്. പ്രാർത്ഥന മാത്രമല്ല, പ്രാർത്ഥിച്ചു പോയാൽ കൂലി ഉറപ്പാണ്, പ്രതിഫലം ഉറപ്പാണ്. ഒന്നിൽ ചോദിച്ചത് തരും, അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമമാണ് വരലോകത്തേക്ക് മാറ്റിവെക്കും, അല്ലെങ്കിൽ കുറച്ച് ഷർ, അല്ലെങ്കിൽ നമുക്കതിനുള്ള പരീക്ഷണം അല്ലെങ്കിൽ വിഷമം ഉണ്ടാകാൻ അത് തടയും. 3 ഫലങ്ങളാണ് പ്രാർത്ഥനയ്ക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ രക്ഷിതാവിനറിയാം അത് തന്നാൽ നമുക്ക് ഗുണകരമാകുമോ അതല്ല നമുക്ക് ദോഷമാകുമോ. അപ്പം നമുക്ക് ഗുണകരമായി തരും. അള്ളാഹുവിനെ കുറിച്ച് നല്ല വിശ്വാസം വേണം. ശക്തിയുള്ളവനാണ്, കഴിവുള്ളവനാണ്, യുക്തിജ്ഞനാണ്, കൊടുക്കാൻ ശേഷിയുള്ളവനാണ്, എല്ലാം അറിയുന്നവനാണ്, കാരുണ്യവാനാണ് എന്ന വിശ്വാസം. ആ വിശ്വാസത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം കിട്ടിയപ്പോൾ നമുക്ക് പിടിക്കാത്താണെങ്കിൽ പടച്ചവന് വിവരമില്ല എന്ന് പറയാൻ പറ്റുമോ? പടച്ചവന് യുക്തിയില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഈമാനിൽ കുറവുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ചില നിബന്ധനകളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ഹംദ് വേണം, സലാത്ത് വേണം. പ്രാർത്ഥനയ്ക്ക് ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ഒരു സന്ദർഭവും ഇല്ലാതെ ഓപ്പണായി പറഞ്ഞ നോമ്പുകാരൻ്റെ പ്രാർത്ഥന സ്വീകരിക്കും, തട്ടൂല. അള്ളാഹുവിനോടൊരു അടിമ 2 കൈയും നീട്ടി ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ അള്ളാഹു തആലക്ക് ലജ്ജയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ നമുക്ക് അടിസ്ഥാനപരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച സംഗതി. കാര്യങ്ങളൊക്കെ അള്ളാഹുവാണ് ചെയ്യുന്നത്. എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഇനി ഖരീബുൻ, ഞാൻ അടുത്ത് എന്നുണ്ട് എന്ന് പറയണം. പ്രാർത്ഥിക്കുമ്പോൾ വിചാരിക്കേണ്ട വളരെ അകലങ്ങളിലുള്ള ഒരു രക്ഷിതാവിനോടല്ല, വളരെ അടുത്തുള്ള നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, കണ്ടത്തിലെ രക്തധമനിയേക്കാൾ നമ്മളോട് അടുത്തിരിക്കുന്ന ഒരു രക്ഷിതാവ്. വഹുവ മഅക്കും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളോടൊപ്പം ഉണ്ട്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ വളരെ സൂക്ഷ്മമായി അല്ലാഹു തആല കാണുന്നുണ്ട്. ഖുൽ മാ യഅബു ബിക്കും റബ്ബി ലൗലാ ദുആഉകും, പ്രവാചകരെ അവരോട് പറഞ്ഞു കൊടുക്കുക, അവരുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ നാം അവരെ പരിഗണിക്കുകയേ ഇല്ലായിരുന്നു. വഖാല റബ്ബുകും അദ്ഊനി വസ്തജിബ് ലക്കും, ഒരുപാട് ആയത്തുകൾ ഖുർആനിൽ പല സ്ഥലത്തുണ്ട്. നിങ്ങളെ രക്ഷിതാവ് ഇതാ പറയുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോ ഞാൻ ഉത്തരം തരാം. പ്രാർത്ഥിച്ചു ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥന അവസാനിപ്പിക്കാതെ ഇരിക്കുന്ന കാലത്തോളം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നിരന്തരമായ പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേക പ്രാക്ടീസാണ് യഥാർത്ഥത്തിൽ നോമ്പുകാലം. അല്ലാഹു സുബ്ഹാനഹു വ തആല സമീപസ്ഥനാണ്, ഏറ്റവും അടുത്ത് സ്നേഹനിധിയായ കാരുണ്യവാനായ എല്ലാമായ പ്രതീക്ഷയായ ജീവൻ്റെ ജീവനും മനസ്സിൻ്റെ മനസ്സും ആത്മാവിൻ്റെ ആത്മാവും ശരീരത്തിൻ്റെ ചൈതന്യവുമായ തമ്പുരാനോട് ചോദിക്കുന്നു, നാഥ എന്നെ രക്ഷപ്പെടുത്തണേ, സഹായിക്കണേ, ഹിദായത്തിലാക്കണേ, കുടുംബത്തിന് നന്മ തരണേ. അങ്ങനെ പ്രാർത്ഥനാ നിരതമാകാൻ പറ്റിയ ദിവസങ്ങൾ, മണിക്കൂറുകൾ, മിനിറ്റുകൾ, ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് കൂടെയും ഉത്തമമായ പ്രതിഫലം, 70 മുതൽ 70,000 വരെ പ്രതിഫലം ഉണ്ടാകും.
ഒരു നല്ല ചിന്ത, പ്രാർത്ഥന പോലും വേണ്ട. നീ നിന്റെ മനസ്സിലാണ് എന്നെ ഓർത്തതെങ്കിൽ അതിനും നാം പ്രതിഫലം നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ അനുഗ്രഹപൂർണമായ നോമ്പിൻ്റെ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മളോട് പറഞ്ഞു പഠിക്കുന്ന, നിങ്ങൾക്ക് വിജയം വേണോ, നിങ്ങൾ എന്നോട് വന്നോളൂ, പ്രാർത്ഥിച്ചോളൂ. അദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ തരാം. പ്രഭാതം മുതൽ പ്രദോഷം വരെ തൗബയുടെ വാതിലും തുറന്ന് കാത്തിരിക്കുന്നു എന്നൊരു ഹദീസിൽ. പ്രദോഷം മുതൽ പ്രഭാതം വരെ തൗബയുടെ വാതിൽ സത്യവിശ്വാസികൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു. സൂര്യൻ പടിഞ്ഞാറുദിക്കുന്നത് വരെ അത് തുടർന്നുകൊണ്ടിരിക്കും എന്ന് മറ്റൊരു ഹദീസ്. അങ്ങനെ നമുക്ക് ആശ്വാസത്തിൻ്റെ, ആത്മസംതൃപ്തിയുടെ, തൻ്റെ ഇടത്തിൻ്റെ ഒരുപാട് സംഗതികൾ അല്ലാഹും അവൻ്റെ പ്രവാചകനും തന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിലേക്ക് ശ്രദ്ധ തിരിയാൻ, ഇതൊന്ന് ഉൾക്കൊള്ളാൻ, ഇതൊന്ന് മനസ്സിലാക്കാൻ, അതിൻ്റെ ആശ്വാസത്തിൻ്റെ തണലിൽ ജീവിക്കാൻ നമ്മളൊന്ന് നിയ്യത്ത് വെച്ചേ പറ്റൂ. നമ്മളൊന്ന് മെനക്കെടണം, എങ്കിലേ സാധിക്കുള്ളൂ എന്നുള്ള. അള്ളാഹുവിനോട് അടുക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് അവനവൻ തന്നെയാണ്. അത് വാപ്പ തീരുമാനിച്ച് മക്കൾക്ക് അടുക്കാൻ പറ്റില്ല, ഭാര്യ തീരുമാനിച്ച് ഭർത്താവിന് അടുക്കാൻ പറ്റില്ല, ഭർത്താവ് തീരുമാനിച്ചിട്ട് ഭാര്യയ്ക്ക് അടുക്കാൻ പറ്റില്ല. അത് അവനവൻ തന്നെ തീരുമാനിക്കണം. ഇൻ അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസികും വഇൻ അസഅതും ഫലഹ. നീ നന്മ ചെയ്താൽ, നിങ്ങൾ നന്മ ചെയ്താൽ അതിൻ്റെ ഉത്തമമായ നന്മ നിങ്ങൾക്കുണ്ടാകും. മോശം ചെയ്താൽ അത് നിങ്ങൾ മോശമായി കാണുകയും ചെയ്യും. ഓരോ ആത്മാവും അവനവൻ ചെയ്തതിന് പണയം വെക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഓരോ ആത്മാവും ചോദ്യം ചെയ്യപ്പെടും. ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നത് പോലെ നിങ്ങളെ ജീവിതവും കടന്നു പോകും. എപ്പോഴാണ് അത് അവസാനിക്കുക എന്നറിയില്ല. അതിനു മുമ്പ് അള്ളാഹുമായി അടുത്ത് കാരുണ്യത്തിൻ്റെ ആ പാതയിൽ നിലനിന്ന് കാരുണ്യത്തിൻ്റെ പാതയിലൂടെ തന്നെ അവസാനിച്ച് അങ്ങോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയ വബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും പുറത്തുമാക്കി തന്നെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഭാര്യ സന്താനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും നീ പുറത്തുമാക്കി തന്നെ തമ്പുരാനെ. അല്ലാഹുവേ, വീടുകളിലും ഹോസ്പിറ്റലുകളിലുമായി രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വസിയത്ത് ചെയ്തവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. എല്ലാവരുടെയും രോഗം ഈ കാരുണ്യത്തിൻ്റെ മാസത്തിൽ നീ എത്രയും പെട്ടെന്ന് ശിവാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ തമ്പുരാനെ. അവരുടെ കുറവുകൾ നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവർക്കും ബന്ധപ്പെട്ടവർക്കും സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിലും കുടുംബങ്ങളിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ സമ്പത്തുകളിൽ നീ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ശരിയായ ദീൻ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ നാഥ. എപ്പോഴും പ്രാർത്ഥനാ നിരതമായ ഒരു മനസ്സ് തരണേ തമ്പുരാനെ. നാഥ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കാനുള്ള തൗഫീഖ് നൽകണേ നാഥ. കാരുണ്യവാനായ നാഥ, ഞങ്ങളെ എപ്പോഴും ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ ആരോഗ്യം നീ സംരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളെ രോഗങ്ങളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. പഠിച്ചവനെ, നിന്നോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ, ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹു, ഈ കാരുണ്യത്തിൻ്റെ ഈ മഹാമാസത്തിൽ ഞങ്ങൾ നിന്നോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഉത്തരം തരണേ നാഥ. ഞങ്ങളുടെ പ്രാർത്ഥന നീ തട്ടിക്കളയല്ല തമ്പുരാനെ. ഇത് സ്വീകരിച്ച് ഉത്തരം നൽകണേ തമ്പുരാനെ. അല്ലാഹു, ആത്മാർത്ഥമായി പതിരാവുകളിൽ പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. നിനക്ക് വേണ്ടി കൂടുതൽ ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹു, നിനക്ക് വേണ്ടി സദഖ ചെയ്യാൻ, സകാത്ത് കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ നാഥ. മറ്റൊരു ഇലാഹിന്റെ മുന്നിൽ എന്ന് പറയാനില്ല. നിസ്സഹായരായി നിന്റെ മുന്നിലേക്ക് പ്രതീക്ഷയോടെ നോക്കി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഈ പ്രതീക്ഷകൾ സഫലമാക്കി പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങൾക്ക് ഉത്തരം തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നീ പൂർണ്ണമായി വിജയിപ്പിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കണേ നാഥ.
നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ നാഥ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ നാഥ, സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്ന് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ, സ്വർഗത്തിൽ ഞങ്ങളുടെ നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളെ കൈവിടല്ലേ തമ്പുരാനെ, കൈവിടാതെ എന്നും എപ്പോഴും സഹായിയായിരിക്കണേ നാഥ. നിന്റെ സഹായത്തിന്റെ ഉറപ്പോടെ ജീവിക്കാനും മരിക്കാനും നിന്നിലേക്ക് എത്തിച്ചേരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. നോമ്പോടുകൂടി പ്രാർത്ഥന നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഹിദായത്തിൽ തന്നെ നിലനിർത്തണേ തമ്പുരാനെ. ഒടുവിൽ റാദിയത്തും മർദിയായി മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അൻസുർ അഅമാലൽ മുജാഹിദീന في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.